ഹലോ ഗായ്സ്, റെട്രോ കാർത്തിക് സുബ്ബുരാജ് പടം അങ്ങനെ പറയാനാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂ. ഇത് അവനെല്ലാം എടുത്തത്. ഡൗട്ട് ഉണ്ട്, അങ്ങനെ തോന്നിയില്ല എനിക്ക്. എന്തിനാ കാർത്തിക് സുബ്ബുരാജ് സാറിന്റെ മേലുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത്. ആ വിശ്വാസം പുള്ളി തകർത്തടിക്കി തന്നു. കാർത്തിക് സുബ്ബുരാജിന്റെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ബോക്സ് ഫിലിംസ് ആണ്. എല്ലാം മേക്കിംഗ് എല്ലാം സ്റ്റോറി വൈസ്, മേക്കിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പുള്ളി ചെയ്യുന്ന മ്യൂസിക് ഒരു എല്ലാം അടിപൊളിയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. പക്ഷെ ഇതിൽ അതായത് എന്റെ ഒരു അഭിപ്രായത്തില് കാർത്തിക് സുബ്ബുരാജ് എടുത്ത പടത്തിൽ ഒരു ആവറേജ് പടം ഇതായിരിക്കും. ആവറേജ് അല്ല, ബിലോ ആവറേജ്. സൂര്യയുടെ ഒരു പടം നമുക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ പോയത്. അത് വേറൊരു ആഗ്രഹം. ഞാൻ പേഴ്സണലി ഞാനൊരു സൂര്യ ഫാനാണ്. ഓക്കെ, കുറച്ച് വർഷങ്ങളായിട്ട് സൂര്യയുടെ ഒരു നല്ലൊരു പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല, തിയേറ്ററിൽ വന്നിട്ടില്ല. സോ കാർത്തിക് സുബ്ബുരാജ് ഡിറക്ഷനിൽ നിന്ന് കൂടെ വന്നപ്പോ ശരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആസ് എ സൂര്യ ഫാൻ എനിക്ക് നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻ പാടില്ലായിരുന്നു. അതെ, പക്ഷെ രാവിലെ തന്നെ എണീറ്റ് പോയി കണ്ടതിന് പോരാ. ഫസ്റ്റ് ഒരു 10 minutes ആ സൂര്യയുടെ എൻട്രി, പിന്നെ സൂര്യയുടെ കുറച്ച് മാസ്, അതൊക്കെ അടിപൊളിയായി കാണിച്ചു പുള്ളി. നല്ല കോസ്റ്റ്യൂം, അതായത് നല്ല മാസ് എൻട്രി, മാസ് ഫൈറ്റ്. ശരിക്കും സൂര്യക്ക് കൊടുത്ത റോൾ അവൻ നീറ്റായിട്ട് തന്നെ ചെയ്തു. ഒരു പടി പോലും താഴാതെ അവൻ ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി. ആക്ടിംഗ് വൈസ് ആണെങ്കിലും ശരി, പെർഫോമൻസ് വൈസ് ആണെങ്കിലും ശരി, നല്ല രീതിക്ക് കൊണ്ടുപോയി. പക്ഷെ ഇവിടത്തെ ശരിക്കുള്ള മിസ്സിംഗ് ഡിറക്ഷനിൽ തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. സ്റ്റോറി ഇല്ല, സ്റ്റോറി ലൈനേ ഇല്ല. ചുമ്മാ ഒരു കഥ എടുക്കുക. എന്തിനാ കഥ എടുക്കുന്നത്? എന്തിനാ ഇതിന് വെറുതെ ചുമ്മാ ഒരു കഥ. ഒരു ഇവന്റിനെ ഇവൻ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അങ്ങനെ ശരിക്കും ഫിലിം സെക്കൻഡ് ഹാഫ് തൊട്ട് തുടങ്ങിയാൽ മതി. അത്രേ ഉള്ളൂ പടം. ഫസ്റ്റ് ഹാഫ് എന്തിനായിരുന്നു? കുറെ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ആവശ്യമില്ല. കുറെ ലാഗിനൊക്കെ പറഞ്ഞാൽ എന്റെ കൂടെ ഞങ്ങള് 4 പേരെ പോയത്. ഇവനും കൂടെ വന്നൊരുത്തനും കട്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എഗെയിൻ കാർത്തിക് സുബ്ബുരാജ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് മേ ബി ഒന്ന് ക്ലിക്ക് ആവും എന്ന് പ്രതീക്ഷിച്ച് അവസാനം ഡയറക്ടഡ് ബൈ കാർത്തിക് സുബ്ബുരാജ് കഴിഞ്ഞ എന്തത് ആ ലെവലായി. കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ, ജയറാം, ജോജു, പിന്നെ പ്രകാശ് രാജ്, പിന്നെ പൂജ ഹെഗ്ഡെ, നല്ല കാസ്റ്റിംഗ് ആണ്. എല്ലാ ആക്ടേഴ്സും ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇവര് സ്റ്റോറി പോരാ, പിന്നെ മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്നത് തീരെ പോരാ. പിന്നെ കുറെ കാര്യങ്ങൾ ഫൈറ്റ് എന്തിനാ ഫൈറ്റ് അതായത് ഒരു മാർഷൽ ആർട്ട് രീതിയിലുള്ള ഫൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അത് കാണിക്കാൻ വേണ്ടി മാത്രം കുറെ ഫൈറ്റ്സ്. ഇങ്ങനെ പോകേണ്ട പടത്തിനെ അവസാനം വെച്ച് നല്ല രീതിക്ക് ഡൗൺ ആയി. നമ്മൾ പ്രതീക്ഷിച്ച ഒരു സൂര്യ വൈബ് ആ പടത്തിൽ കിട്ടി. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണാണ്. എപ്പോഴും അടിപൊളി മ്യൂസിക് ആയിരിക്കും പുള്ളിയുടെ. മിക്ക കാർത്തിക് സുബ്ബുരാജ് പടങ്ങളിലും പുള്ളി തന്നെയാണ് മ്യൂസിക് ചെയ്യാറ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് പക്ഷെ പാട്ട് ഓക്കെയാണ്. പക്ഷെ സിറ്റുവേഷൻ വൈസ് നമുക്ക് ഈ ഗൂസ് ബംപ് സീൻസിലൊക്കെ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്, പക്ഷെ നമുക്ക് അങ്ങോട്ട് വരുന്നില്ല. അതാണ് ഉണ്ടായത്. ശരിക്കും കുറച്ച് മ്യൂസിക്കിൽ കുറച്ച് ഡൗൺ തന്നെയായിരുന്നു പഴയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഈ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മ്യൂസിക് വൈസ് ആണെങ്കിലും നമ്മൾ പ്രതീക്ഷ തീരെ കിട്ടിയില്ല. എല്ലാ പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്മിയാണ് ആ സീനാണ്. ആ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് സീൻസ്, ആ ഒരു എഡിറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അവന്റെ ഇൻട്രോ വരുന്നതൊക്കെ, അതൊക്കെ ഒരു രസമുണ്ടായിരുന്നു. ക്ലാസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, സൂര്യന്റെ അങ്ങനെ പോയി കാണിക്കുന്നുണ്ട്. അവൻ അടിപൊളിയായി ചെയ്തു. അവനൊരു ആ ക്യാരക്ടർ മാസായി ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു ഹൈപ്പിൽ നിൽക്കുക. അതിനുശേഷം ഇവൻ പറഞ്ഞ പോലെ ഈ ചൈൽഡ്ഹുഡ് സീൻസ് അതൊക്കെ കണ്ടപ്പോ നമ്മൾ വെച്ച് ഓക്കെ ഈ പടം കൊളുത്തി. ആ ഒരു വൈബിലാണ് ഞങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും വർക്കൗട്ടായില്ല. ജിഗിർദണ്ഡന്റെ സെക്കൻഡ് പാർട്ട് പോലെ എടുക്കാൻ നോക്കി സെക്കൻഡ് ഹാഫ്. ഞാൻ തിയേറ്റർ വരെ ഇതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അല്ലെ സ്റ്റോറി വൈസ് കുറച്ച് കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ട്, പക്ഷേ ഇമ്പാക്ട് ഇല്ല. ചിലവര് പറയും സൂര്യ ഫാൻസ് കുറച്ച് കയറ്റി പറയും, ഹേറ്റേഴ്സ് കുറച്ച് കമ്മിയാക്കി പറയും. അതല്ല, പേഴ്സണലി ഞാനൊരു സൂര്യ ഫാനാണ്. ഇതാണ് എന്റെ അഭിപ്രായം, ഇതാണ് എന്റെ ഫ്രണ്ട്സിന്റെ അഭിപ്രായം. ചിലവർക്ക് ഈ പടം നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താ പറഞ്ഞാൽ ഒരു സോഷ്യൽ മെസ്സേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
സോ കുറച്ച് പേർക്ക് പടം ക്ലിക്ക് ആവാം, സ്റ്റോറി വൈസ് ഡീപ്പായിട്ട് ആലോചിക്കുന്ന കുറച്ച് പേർക്ക് ഈ പടം ക്ലിക്ക് ആവാം. ഞങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല. ഇല്ല, വർക്കൗട്ട് ആവില്ല, സത്യം പറഞ്ഞ വർക്കൗട്ട് ആവില്ല ആയിരിക്കും. സോ നിങ്ങളും പടം കാണാതിരിക്കാം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യുക. സോ ഇന്നൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.